അതല്ല, ഞാൻ എന്നോട് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ. എന്നോടും നിങ്ങളുടെ കൂടത്തെ പല ആൾക്കാരും ഒരുപാട് നിരന്തരമായി ഇവിടെയും ഡൽഹിയിലും എന്നോട് ആത്മഹത്യ പറയും. ഞാൻ പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ത്യയിൽ തീർക്കാൻ. ഞാൻ അവരോടല്ല ആലോചിച്ചപ്പോൾ തോന്നി ആത്മഹത്യ പറയുമ്പോൾ തുറന്നു പറയണമല്ലോ. അപ്പോൾ ചില അപ്രിയ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരുന്നാൽ, എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, എനിക്ക് 85 വയസ്സായി, അതുകൊണ്ട് ജീവിച്ചിരുന്നാൽ അടുത്ത അസംബ്ലി കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കൺക്ലൂഷനെ നിങ്ങൾ മത്സരിക്കുക, റേറ്റിങ്ങിന് വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് മസാലകൾ വേണം. അതൊക്കെ എൻ്റെ കോൺട്രിബ്യൂഷൻ വേണം. വളരെ സെൽഫിഷ് ആണെന്ന് തോന്നുന്നു. കാരണം കോൺഗ്രസ് ഈ കാലങ്ങളിലൊക്കെ വലിയ ആക്രമണം നേരിട്ടുണ്ട്, വലിയ പ്രതിരോധത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോഴൊന്നും കോൺഗ്രസിനെ ന്യായീകരിക്കാൻ അങ്ങ് വന്നിട്ടില്ല. ഇപ്പൊ അങ്ങയുടെ ഇമേജ് മോശമാകുമെന്ന് മനസ്സിലായപ്പോ തോന്നിയപ്പോൾ അങ്ങ് പ്രതിരോധിക്കാൻ വരുന്നു. അത് സെൽഫിഷസ് അല്ലേ? താങ്കൾ പത്രപ്രവർത്തനം എത്രമായി? വർഷങ്ങളായി. എൻ്റെ പ്രസ് കോൺഗ്രസിന് മുമ്പ് പങ്കെടുത്തത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത് പങ്കെടുത്തോ? അന്ന് എൻ്റെ പ്രസ് കോൺഗ്രസ് ശ്രദ്ധിച്ചോ? എൻ്റെ ഇമേജിന് വേണ്ടിയാണ്. പറഞ്ഞ പോയിന്റ് ഉത്തരം പറ. അന്ന് ഞാൻ ചാനലുകളോടെല്ലാം ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യം എല്ലാവരോടും ഒരുമിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി. എനിക്ക് വേണ്ടിയിട്ടാണോ? ആണോ? അന്നത്തെ പറ. അന്ന് ഞാൻ പ്രശ്നം ഇനിയും ഞാൻ പാർട്ടിക്ക് ആവശ്യം ലക്ഷ്യം വരുമ്പോൾ ഞാൻ പറയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.